ആദ്യം ഒരു കുളർക്കാത്ത നോട്ടാണെങ്കിൽ അത് ഹറാമാവൂല. നേരെ വെച്ച് കരുതി കൂടി നോക്കിയാൽ അപ്പം പിന്നെയും നോക്കുക, അത് ഹറാമാണ്. ആ നോട്ടം ഈ മനുഷ്യൻ നോക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഇയാളെ കണ്ണുക്ക് നോക്കിയാണ് പറയുന്നത്. ഇയാൾ നോക്കുമ്പോൾ അയാളുടെ ഒപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ നടക്കല്ല. അവൻ്റെ എല്ലാ അവയവങ്ങളെയും, നമ്മളെ എല്ലാ അവയവങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതായ കണ്ടുകൊണ്ട് ഹറാമാക്കിയത് നോക്കാൻ പാടില്ല, അള്ളാഹു കറാത്താക്കിയതെന്ന് നോക്കാൻ പാടില്ല. നോക്കൽ കറാത്തായ ചില സംഗതികളുണ്ടാവും. അതായത് നിരോധിക്കപ്പെട്ടത്, അത് എങ്ങനെ നിരോധിക്കപ്പെട്ടതാണെങ്കിലും ഹറാമാണെങ്കിൽ നിർബന്ധമായി ഒഴിഞ്ഞിക്കണം, കറാത്താണെങ്കിലും ഒഴിഞ്ഞിക്കണം, ഖിലാഫുൽ ഔലയാണെങ്കിലും ഒഴിഞ്ഞു നിൽക്കണം എന്നാണ്. പക്ഷേ നമുക്ക് സാധാരണക്കാർക്ക് അത് കഴിയൂല. കറാത്തിന് ഖിലാഫുൽ ഔല തൊട്ടൊക്കെ ഒഴിഞ്ഞിക്കാൻ കഴിയൂല. പക്ഷെ ഹറാമിനെ തൊട്ട് നമ്മൾ ഒഴിഞ്ഞിക്കണം. അപ്പം കണ്ണ് ഒരു അവയവം കൊണ്ടൊരു ദോഷം ചെയ്ത് കഴിഞ്ഞാൽ, ഏത് അവയവം കൊണ്ട് ചെയ്താലും ആ ദോഷത്തിൻ്റെ അടയാളം അവിടെ പതിയുന്ന. അങ്ങനെയാണ് ഒരവയവം കൊണ്ട് ദോഷം ഓകുണ്ടാക്കുമ്പോൾ പറഞ്ഞില്ലേ, ഓകുണ്ടാക്കണ വെള്ളം കൊണ്ട് മുഖം കൊണ്ട് ചെയ്ത കൈ കൊണ്ട് ചെയ്ത ദോഷങ്ങളൊക്കെ പോകും. അത് വൻദോഷം ചെറുദോഷം എന്നുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അവയവങ്ങളെ കൊണ്ട് ഒരവയവത്തിൽ ഒരു ദോഷത്തിൻ്റെ അഫർ, അതിൻ്റെ വസ്മത്ത്, അതിൻ്റെ ആ കല അവിടെ എന്തായിട്ടുണ്ട്, അവിടെ പതിഞ്ഞിട്ടുണ്ടാവും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ മദീനത്തെ പള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ കയറി വന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, യദ്ഖുലു അഹദുകും ഫീ ഐനിഹി അത്റു സിന. ചില ആളുകൾ സദസ്സിക്ക് കടന്നു വരും, അവൻ്റെ കണ്ണിൽ സിനൻ്റെ അടയാളം ഉണ്ടാവും. അയാൾ വന്നപ്പോൾ ഇയാളെ കണ്ണിൽ സിനൻ്റെ അടയാളമുണ്ട്, അത് കാണുകയാണ്. എന്താ കണ്ണുകൊണ്ട് ചെയ്ത സിന എന്ന് പറഞ്ഞാൽ നോക്കാൻ പാടില്ലാത്ത ഒന്നിനെ അദ്ദേഹം നോക്കി. ഒരു പെണ്ണിനെ അജ്നബിയത്താവുന്ന ഒരു പെണ്ണിനെ നോക്കി, അത് ആദ്യം ഒരു കുളർക്കാത്ത നോട്ടാണെങ്കിൽ അത് ഹറാമാവൂല. നേരെ വെച്ച് കരുതി കൂടി നോക്കിയാൽ അപ്പം പിന്നെയും നോക്കുക, അത് ഹറാമാണ്. ആ നോട്ടം ഈ മനുഷ്യൻ നോക്കി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഇയാളെ കണ്ണുക്ക് നോക്കിയാണ് പറയുന്നത്. ഇയാൾ നോക്കുമ്പോൾ അയാളുടെ ഒപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ നടക്കല്ല. ഇയാൾ കടന്നു വന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, യദ്ഖുലു അഹദുകും ഫീ ഐനിഹി അത്റു സിന. അപ്പം നമ്മളെ ഏത് അവയവങ്ങളെ കൊണ്ട് നമ്മൾ കൈകൊണ്ട് ഹറാം ചെയ്തു, അല്ലെങ്കിൽ ഒരു കറാത്ത് ചെയ്തു, കണ്ണുകൊണ്ട് ചെയ്തു, മൂക്കുകൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ നാവുകൊണ്ട് ചെയ്തു, ആ അടയാളങ്ങൾ നമ്മളെ ആ അവയവത്തിലൊക്കെ പതിയും. അപ്പം നമ്മളെ അവയവങ്ങളെ മുഴുവനും നമ്മൾ ശരിപ്പെടുത്തിയെടുക്കണം. എങ്ങനെ? ഹറാമിനിക്ക് നമ്മളെ അവയവങ്ങൾ വൈപ്പെടാൻ പാടില്ല. യഥാർത്ഥ ഒരു മോമീനാണെങ്കിൽ അവൻ ഹറാമ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവയവം ആ സംഗതിക്ക് വൈപ്പെടൂല. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് ഇപ്പോൾ മഹാനാവുന്ന ബിഷുർലാഫി തങ്ങൾ അവരൊരു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു സദ്യയാണ്, ആ സദ്യയിലേക്ക് അവർ കയറി വന്നപ്പോൾ അവർ ആ സദ്യ കഴിക്കാൻ എല്ലാവരും ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഇരുന്നു. മൂപ്പര് കൈ കൊണ്ടുപോകും കൊണ്ട് വരും. അപ്പോൾ ഇത് ബിഷുർലാഫി തങ്ങളാണെന്ന് മനസ്സിലാവാത്ത ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, മാലി ഹാദർ റജുൽ ലാ യഅ്കുലു ത്വആം. ഇവനക്ക് എന്ത് പറ്റി, ഇവന്ത ഭക്ഷണം കഴിക്കാത്തത്? അപ്പോൾ അത് ബിഷുർലാഫി തങ്ങളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്ന് അറിയുന്ന ആളുകളും ആ കൂട്ടത്തിലുണ്ട്. അവരിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ ത്വആമിൻ ഫീഹി ഹറാമുൻ ഔ ശുബ്ഹ. ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാളെ കൈ ഒരു ഹറാമാവുന്ന ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ശുഭത്തുള്ള ഭക്ഷണത്തിലേക്കോ നീങ്ങൂല. കൈയാണ് കൊണ്ടായാലും കൈയാണ് പോകൂല. അതാണ് കൈ മൂപ്പർ കൊണ്ട് നോക്കുന്നുണ്ട്, കൈ കണ്ട് വലിയാണ്. അപ്പം യഥാർത്ഥ ഒരു മുഅ്മിന്റെ അവയവങ്ങൾ, ആ അവയവം കൊണ്ട് എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചാൽ, ഇപ്പം കാലുകൊണ്ട് ഒരു ഹറാമായ പണി ചെയ്യാൻ നടന്നു പോവുകയാണ്, എന്നാൽ അവൻ്റെ കാലയിൽ വൈപ്പെടൂല. അതാ പറഞ്ഞത്. ഒരാൾ വ്യഭിചരിക്കാൻ വേണ്ടി ചെന്നു, വ്യഭിചരിക്കുന്ന ആയുധം അതിന് വൈപ്പെടൂല. അപ്പം സർവ്വ അവയവങ്ങളും അവൻ അള്ളാഹു നിരോധിച്ച സംഗതികൾക്ക് വൈപ്പെടാത്ത അവസ്ഥയിലാക്കി തീർക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരണം. ആ ഉയരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ദിക്റുകളൊക്കെ എന്താ ഇടത് നമ്മൾ ചെല്ലണത്.